പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായം 24-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. നാവ് രുചി അറിഞ്ഞുകൊണ്ട് ഇറച്ചിയാണോ മീനാണോ എന്ന് കൃത്യമായി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യാജ വാർത്തകളുടെ ഇടയിലാണ് ജീവിക്കുന്നത്, വ്യാജ അറിവുകളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭിക്കുന്ന 99.99% അറിവുകളും ഫേക്കാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ, നുണയാണ് പലതും പ്രചരിപ്പിക്കുന്നത് എന്നാണ് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലച്ചോറിലേക്ക് ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നും വരുന്ന വ്യാജമായ വാർത്തകളും വ്യാജമായ അറിവുകളും ഒക്കെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി ശുദ്ധമായിരിക്കണം. ശുദ്ധമായാൽ മാത്രം പോരാ, സൂക്ഷ്മമായിരിക്കണം. കഠിനാധ്വാനം ചെയ്യുന്ന ബുദ്ധിയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ആ കൃപയുള്ളവന് മാത്രമേ ഈ കാലഘട്ടത്തിലെ വ്യാജ വാർത്തകളെ, വ്യാജമായതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യാജമായതിനെ തിരിച്ചറിയാനുള്ള കൃപ കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.